കഴിഞ്ഞ ക്ലാസ്സിൽ സഹകരണ സംഘങ്ങളും ജോൺ സ്റ്റോക്ക് കമ്പനികൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സഹകരണ സംഘം, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നും ജോൺ സ്റ്റോക്ക് കമ്പനി എന്താണെന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ജോൺ സ്റ്റോക്ക് കമ്പനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നുമാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോൺ സ്റ്റോക്ക് കമ്പനി എന്താ നമുക്ക് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം, അതായത് 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ജോൺ സ്റ്റോക്ക് കമ്പനി. ഓക്കെ, ഈ ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ സവിശേഷതകൾ എന്താ വെച്ചെങ്കിൽ അതിനൊരു പൊതുമുദ്ര ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് സ്ഥായിയായ ഭാവവും പിന്നെ എന്താണ് നിയമത്താൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള കമ്പനികളാണ് ജോൺ സ്റ്റോക്ക് കമ്പനി. അതുപോലെ തന്നെ നിയമപരമായ ഒരു പ്രത്യേക നിലനിൽപ്പുള്ള ഒരു വ്യക്തിയാണ് എന്താണ് നമ്മുടെ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താ, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ്, അല്ലെ, കമ്പനികളുടെ വിവിധ തരം കമ്പനികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനീസ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്, ഇത്രയും ആണ് നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഗവൺമെൻറ് കമ്പനി ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്. നമുക്കിതെന്താ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ 1956 കമ്പനി നിയമപ്രകാരം 1,00,000 രൂപയോ അതിൽ കൂടുതലോ ഉള്ള തുക അടച്ചു തീർത്ത ഓഹരി മൂലധനത്തോട് രൂപീകരിക്കുന്ന കമ്പനികളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനി എന്ന് പറയുക. അതായത് 1956 കമ്പനി ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം 1,00,000 രൂപയോ അതിൽ കൂടുതലോ തുക അടച്ചു തീർത്ത് മൂലധന ഓഹരിയോട് കൂടിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്പനികളെയാണ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഥവാ സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതായത് സ്വകാര്യ കമ്പനികളുടെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് സ്വകാര്യ കമ്പനികൾക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അംഗങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ അംഗങ്ങൾക്ക് അവരുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനുള്ള എന്താ പറയുക അവകാശം നിയന്ത്രിക്കപ്പെട്ടിരിക്കുക ചെയ്യുന്നത്. അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അവരുടെ ഓഹരികളൊന്നും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, അത് നിയന്ത്രിതമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അംഗങ്ങളുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, പരമാവധി 50 അംഗങ്ങളാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ 2013 കമ്പനി ആക്ട് പ്രകാരം മിനിമം 2 അംഗങ്ങളും മാക്സിമം 200, അതായത് പരമാവധി 200 ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പേഴ്സ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങാൻ നമുക്ക് പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഓഹരികളോ കടപ്പത്രങ്ങളോ വാങ്ങാൻ കഴിയില്ല. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ ഡിസ്പ്ലേ പറഞ്ഞത് എന്തായിരുന്നു, എന്നാൽ അംഗങ്ങൾക്ക് അവരുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അംഗങ്ങളുടെ എണ്ണം, അതായത് പരമാവധി അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 50 ആണ്. അതേപോലെ 2013 കമ്പനി ആക്ട് പ്രകാരം എന്താണ്, പ്രായം, അതായത് കുറഞ്ഞ രീതിയിൽ 2 ആളുകളും പരമാവധി 200 പേരെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നമുക്ക് മെമ്പേഴ്സ് ആക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, കമ്പനികളുടെ ഓഹരികളോ കടപ്പത്രങ്ങളോ അതായത് എന്താണ് നമ്മുടെ പബ്ലിക്കിൽ നിന്നും, അതായത് പുറത്തു നിന്നും നമുക്ക് എന്താണ് വാങ്ങാൻ സാധിക്കുകയില്ല, അതിനുള്ള അവകാശം നമുക്കില്ല. ഓക്കെ, ഇനി അടുത്തതാണ് പബ്ലിക് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ പൊതു കമ്പനി. അപ്പോൾ പൊതു കമ്പനി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ 1956 നിയമപ്രകാരം, കമ്പനി നിയമപ്രകാരം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളല്ലാത്ത എല്ലാ കമ്പനികളെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, പബ്ലിക് കമ്പനി എന്ന് പറയാം. അതായത് 1956 കമ്പനി നിയമപ്രകാരം അനുസരിച്ചിട്ട് സ്വകാര്യ കമ്പനികളല്ലാത്ത ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. 1956 കമ്പനി നിയമപ്രകാരം പ്രൈവറ്റ് കമ്പനികളല്ലാത്ത അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളല്ലാത്ത എന്താണ് ഒരു കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ പൊതു കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി
പൊതു കമ്പനിയുടെ സവിശേഷതകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പറഞ്ഞു ഓഹരികളൊന്നും കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഈ പബ്ലിക് കമ്പനിയുടെ കേസിൽ, ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ അവരുടെ ഓഹരികളൊക്കെ നമുക്ക് യഥേഷ്ടം നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയുടെ അടച്ചു തീർത്ത മൂലധനം ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപ അടച്ചു തീർത്ത മൂലധനം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അംഗങ്ങൾക്ക് ക്ലിപ്ത ബാധ്യതയാണ്. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിൽ അവിടുത്തെ അംഗങ്ങൾക്ക് ക്ലിപ്ത ബാധ്യതയാണ്. അതുപോലെ തന്നെ ഇതിന്റെ അംഗസംഖ്യകൾ 7 പേരിൽ കുറയാൻ പാടില്ല. അതായത് 7 അംഗങ്ങളിൽ കുറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണെന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണെന്നും ഡിസ്കസ് ചെയ്തു. നമുക്കിത് ഡിഫറൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആ പ്രധാനപ്പെട്ട ഡിഫറൻസാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അംഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കുറഞ്ഞത് 2 പേരും പരമാവധി 200 പേരുമാണ് അംഗങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനിയിൽ കുറഞ്ഞത് 2 പേരും പരമാവധി, അതായത് പരിധിയില്ല, അവർക്ക് നോ ലിമിറ്റ് ആണ്. അവർക്ക് എത്ര അംഗങ്ങൾ വേണമെങ്കിലും നമുക്ക് അതിൽ ഫുൾ മെമ്പേഴ്സ് ആക്കാം. ഡയറക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സും അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സുമാണ് വരുന്നത്. അതുപോലെ ഓഹരി കൈമാറ്റം നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് കമ്പനിയിലെ ഓഹരി കൈമാറാൻ കഴിയില്ല, അപ്പോൾ അത് നിയന്ത്രിതമാണ്. അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു നിയന്ത്രണവുമില്ല, നമുക്ക് ഓഹരികളെല്ലാം കൈമാറ്റം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ പ്രോസ്പെക്ട്സ് പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ പബ്ലിക് കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെയും വേർതിരിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? അംഗങ്ങൾ കുറഞ്ഞത് 2 ആൾക്കാരും പരമാവധി 200 ആൾക്കാരുമാണ് പ്രൈവറ്റ് കമ്പനിയിൽ. പബ്ലിക് കമ്പനിയിൽ കുറഞ്ഞത് 2 പേരും പരമാവധി അവർക്ക് ഒരു ലിമിറ്റിലൂടെ എത്ര ആളുകൾ അംഗങ്ങൾ വേണമെങ്കിലും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ 2 പേരും പബ്ലിക് കമ്പനിയിൽ 3 പേരുമാണ്. അതുപോലെ തന്നെ ഓഹരി കൈമാറ്റം പ്രൈവറ്റ് കമ്പനിയിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. പബ്ലിക് കമ്പനിയിൽ ഒരു നിയന്ത്രണവും ഇല്ല. പ്രോസ്പെക്ട്സിന്റെ കാര്യം പ്രൈവറ്റ് കമ്പനിക്ക് അത് പുറപ്പെടുവിക്കാൻ പറ്റില്ല, പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ അവർക്ക് പ്രോസ്പെക്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഡിഫറൻസ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്താണെന്നും പബ്ലിക് കമ്പനി എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനിയിലെ 3ാമത്തെ ഗവൺമെന്റ് കമ്പനി എന്താണ് എന്നാണ്. ഓക്കെ, 1956 ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയുടെ 51% കുറയാത്ത അടവ് മൂലധനം സർക്കാരിന്റെ കൈവശമുണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ കൈവശമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അതായത് 1956 ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം ഒരു കമ്പനിയുടെ 51% കുറയാത്ത അടവ് മൂലധനം സർക്കാരിന്റെ കൈവശമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഹുരാഷ്ട്ര കമ്പനികൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണെന്നാണ്. മൾട്ടിനാഷണൽ കമ്പനീസ് ഇല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനീസ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. മൾട്ടിനാഷണൽ കമ്പനീസ്, എന്താ പറയുക, MS, MNCs ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ അതെന്താ നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ രൂപീകരിച്ച രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ കൂടി വ്യാപാരം നടത്തുന്ന കമ്പനികളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറഞ്ഞാൽ രൂപീകരിച്ച രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പോയിട്ട് വ്യാപാരം നടത്തുന്ന കമ്പനികളെയാണ് നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഇവര് സാധനങ്ങളും സേവനങ്ങളും ഒരു രാജ്യത്ത് 1-2 രാജ്യങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽപ്പന ചെയ്യുന്നത് ഒന്നിലധികം
രാജ്യങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് വിൽപ്പന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനീസ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടി പറയാം, എന്താണ്, രൂപീകരിച്ച രാജ്യത്ത് മാത്രമല്ലാതെ മറ്റു രാജ്യങ്ങളിലും വ്യാപാരം നടത്തുന്ന കമ്പനികളെയാണ് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കമ്പനിയിലും ആ ഒരു രാജ്യത്ത് മാത്രമല്ലാതെ മറ്റു രാജ്യങ്ങളിലും അത് വിൽപ്പന നടത്തുന്നതും എന്താണ് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനി എന്ന് നമ്മൾ പറഞ്ഞു, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അത് ബഹുരാഷ്ട്ര കമ്പനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെ? ഒരു മൾട്ടിനാഷണൽ കമ്പനീസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിദേശ മൂലധനം ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്താണ് വ്യാപാരം നടത്തുമ്പോൾ നമുക്ക് വിദേശ മൂലധനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അല്ലെ? ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് പേർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ജോബ്, തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതിലൂടെ. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ എന്താണ് ഉപയോഗം, ടെക്നോളജി പരമായിട്ട് ഒരുപാട് നമ്മൾ ഡെവലപ്പ് ചെയ്യും, അല്ലെ? നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന ടെക്നോളജീസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതുപോലെ തന്നെ എന്താണ് അനുബന്ധ വ്യാപാരങ്ങളുടെ വളർച്ച, ആരോഗ്യകരമായ മത്സരം, നമ്മുടെ ലിവിങ്, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് എന്താണ് കൂടും, അല്ലെ? നമ്മുടെ ജീവിത നിലവാരം എന്താണ് ഇതിനോടകം കൂടും. അപ്പോൾ ഇതിന്റെ സവിശേഷത നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി പരമായിട്ട് നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വിദേശ മൂലധനം, അതുപോലെ തന്നെയാണ് ആരോഗ്യപരമായ മത്സരം, പിന്നെ എന്താണ് അനുബന്ധ സ്ഥാപനങ്ങളുടെ വളർച്ച, ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനികളുടെ സവിശേഷതകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഗവൺമെന്റ് കമ്പനി ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ്. എന്താണ്? സ്വകാര്യ കമ്പനി, പൊതു കമ്പനി, ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനീസ്. ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പനീസിൽ പെടുന്നത്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പങ്കാളിത്തവും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ്. അതായത് പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പാർട്ട്ണർഷിപ്പ് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ എന്താണ് നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു എഗ്രിമെന്റ് ബേസിൽ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് കൂടി ചേർന്ന്, രണ്ടോ അതിലധികമോ വ്യക്തികൾ കൂടി ചേർന്ന് രൂപീകരിക്കുന്ന ഒരു അതായത് ഒരു എന്താണ് ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാർട്ട്ണർഷിപ്പും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പങ്കാളിത്തവും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം 1956 കമ്പനി ആക്ട് പ്രകാരമാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് പങ്കാളിത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ മെമ്പേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പങ്കാളിത്തത്തിൽ മിനിമം 2 ആൾക്കാരും മാക്സിമം 20 പേരാണ് നമുക്ക് മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കമ്പനിയുടെ ബേസിൽ മിനിമം 20 പേരും മാക്സിമം 50 പേരും. നമ്മുടെ പൊതു കമ്പനി ആണെങ്കിൽ 7 മെമ്പേഴ്സിൽ എന്താണ് കുറയാൻ പാടില്ല. അതുപോലെ തന്നെ നിയമപരമായ പദവി എന്ന് പറഞ്ഞാൽ എന്താണ് പങ്കാളിത്തത്തിന് നിയമപരമായ നിലനിൽപ്പില്ല. പക്ഷേ കമ്പനി എന്ന് പറയുമ്പോൾ നിയമത്താൽ രൂപീകൃതമായതാണ് കമ്പനി. അതുപോലെ ഓഹരി കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് പങ്കാളികളുടെ, അതായത് പാർട്ട്ണർഷിപ്പിലെ ആളുകളുടെ സമ്മതമില്ലാതെ നമുക്ക് ഒരിക്കലും ഓഹരികൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. എന്നാൽ കമ്പനിയുടെ കേസ് വരുമ്പോൾ എന്താണ് ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഹരികൾ എന്താണ് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇനി മാനേജ്മെന്റ് കേസിൽ വരികയാണെങ്കിൽ ഒരാള് എല്ലാവർക്കും വേണ്ടിയും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ആ ഒരു കമ്പനി മാനേജ് ചെയ്യാം. ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മാനേജ് ചെയ്യാം, അതല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പനിയുടെ ബേസിൽ എന്താണ് ഓഹരി ഉടമകൾ തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആണ് എന്താണ് കമ്പനികളുടെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത്. അതായത് ഓഹരി ഉടമകൾ തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്താണ് മാനേജ്മെന്റ് പദവിയിലേക്ക് വരുന്നത്. നമ്മുടെ പങ്കാളിത്തത്തിൽ എന്താണ് ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് കാര്യങ്ങൾ നോക്കി നടത്താം. പക്ഷെ കമ്പനിയുടെ കേസിൽ എന്താണ് ഓഹരി ഉടമകൾ തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്താണ് ഇതിൽ വരുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്ന 2 ഡോക്യുമെന്റ്സ്, മീനിങ് 2 പ്രമാണത്തെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് സെക്കൻഡ് വൺ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഇത് രണ്ടും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്.
ഓക്കെ, അത് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് പഠിക്കാം. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റിൽ ഒന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു കമ്പനിയുടെ ഒരു കമ്പനിയും ബാഹ്യ ലോകവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രമാണമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയും ബാഹ്യ ലോകവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രമാണമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ പരിധിയെയും പ്രവർത്തന മണ്ഡലത്തെയും തീരുമാനിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഒരു കമ്പനിയുടെ അധികാര പരിധിയെയും പ്രവർത്തന മണ്ഡലത്തെയും തീരുമാനിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ പേര്, ലക്ഷ്യം, അതുപോലെ തന്നെ മൂലധനം, അതുപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അംഗങ്ങളുടെ വിവരങ്ങൾ എല്ലാതും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രമാണമാണ്. ഒരു കമ്പനിയും ബാഹ്യ ലോകവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ അധികാര പരിധിയും അതുപോലെ തന്നെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ലക്ഷ്യം, പേര്, അംഗങ്ങളുടെ വിവരങ്ങൾ, അതുപോലെ ക്യാപിറ്റൽ, മൂലധനം എല്ലാതും നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറയുമ്പോൾ ഒരു കമ്പനിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രമാണമാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണ്. ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനിയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു കമ്പനിയിലെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഒരു കമ്പനിയുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പ്രമാണമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏതൊരു കമ്പനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിനായിട്ട് അതിലേക്ക് നമ്മൾ നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ആഭ്യന്തര നടപടികളാണ് നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടി നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ആഭ്യന്തര നടപടികൾ ആണ് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ആർട്ടിക്കിൾ വേണമെന്നില്ല. അതിന് പകരം കമ്പനി ആക്ട് പ്രകാരം ടേബിൾ എഫിലെ ഒരു മോഡൽ ആർട്ടിക്കിൾ ആയിട്ട് അവർ കാണിച്ചു കൊടുത്താൽ മതി. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ആർട്ടിക്കിൾ ആവശ്യമില്ല. അതിന് പകരം, അതായത് നിർബന്ധമല്ല, അതിന് പകരം അവർ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം ടേബിൾ എഫിലെ മോഡൽ നമ്മൾ ആർട്ടിക്കിൾ ആയിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും എങ്ങനെയാണ് പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് അടുത്തായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ ലക്ഷ്യം കമ്പനി ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ അതായത് മെമ്മോറാണ്ടം അസോസിയേഷന്റെ കമ്പനി ലക്ഷ്യങ്ങളാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന് കമ്പനിയുടെ ആഭ്യന്തര ഭരണത്തിനുള്ള നിയമങ്ങളാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷന്റെ ലക്ഷ്യം. കമ്പനിയുടെ ആഭ്യന്തര ഭരണത്തിനുള്ള നിയമങ്ങളാണ് അത് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനി ലക്ഷ്യങ്ങളാണ്. ഇനി സ്ഥാനം മെമ്മോറാണ്ടം അസോസിയേഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഉപരേഖയാണ്. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആയിട്ട് ഉപരേഖയാണ്. രണ്ടും ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനെ ഉപരേഖയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ബന്ധം, കമ്പനിയും പുറത്തുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിയും ബാഹ്യ ലോകവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കമ്പനിയും പുറത്തുള്ളവരുമായിട്ടുള്ള ബന്ധമാണ് മെമ്മോറാണ്ടത്തിലുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആഭ്യന്തരം നമ്മൾ പറഞ്ഞത് കമ്പനിയും അംഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യകത
എന്താണ് ആവശ്യകത പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിട്ടും നിർബന്ധമായിട്ടൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. പക്ഷേ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നിർബന്ധമല്ല, പകരം ഇന്ത്യൻ കമ്പനി ആക്ടിലെ ടേബിൾ എഫിലെ മോഡലായിട്ട് നമുക്ക് ആർട്ടിക്കിളായിട്ട് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മാറ്റം വരുത്തൽ. നമ്മുടെ ഈ മെമ്മോറാണ്ടത്തിൽ മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ എന്താണ് അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. പക്ഷെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ മെമ്മോറാണ്ടത്തിൽ എന്താ പറ്റില്ല, ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താണെന്നും ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെമ്മോറാണ്ടം എന്താണെന്നും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ളൊരു പൂർണ്ണ രൂപം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സാമിനൊക്കെ മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും നമ്മൾ പഠിച്ചു, അത് തമ്മിൽ ഡിഫറൻസും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു പൂർണ്ണ രൂപം ഇതിനെ കുറിച്ചിട്ട് കിട്ടും. അതിന് അടിസ്ഥാനത്തിൽ എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. നമ്മൾ കമ്പനികളെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, തരം തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചാർട്ടേഡ് കമ്പനി എന്നും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നും രജിസ്ട്രേഡ് കമ്പനി എന്നും ആയിട്ടാണ് നമ്മുടെ കമ്പനിയെ തരം തിരിച്ചിട്ടുള്ളത്. ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് കമ്പനി എന്നും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നും രജിസ്ട്രേഡ് കമ്പനി എന്നും ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ചാർട്ടർ പ്രമാണ പ്രകാരം അല്ലെങ്കിൽ ചാർട്ടർ പ്രമാണം വഴി രൂപീകരമായിട്ടുള്ള കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. അതായത് രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ചാർട്ടർ പ്രമാണം വഴി രൂപീകൃതമായിട്ടുള്ള കമ്പനിയാണ് നമ്മൾ ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ചാർട്ടർ നിയമങ്ങളാണ് ഇത്തരത്തിലുള്ള കമ്പനിയെ ബാധകമാകുന്നത്. ചാർട്ടേഡ് നിയമങ്ങളാണ് ഇത്തരത്തിലുള്ള കമ്പനിയിൽ ബാധകമാകുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പാർലമെന്റിലോ നിയമസഭയിലോ പാസ്സാക്കുന്ന ഒരു പ്രമേയം വഴി രൂപീകരിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. നമ്മൾ RBI അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SBIയും RBI ഒക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയിലെ ഉദാഹരണം. അതായത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് പാർലമെന്റിലോ അതുപോലെ തന്നെ നിയമസഭയോ പാസ്സാക്കുന്ന ഒരു പ്രത്യേക പ്രമേയം വഴി രൂപീകൃതമായിട്ടുള്ള കമ്പനീസാണ്. പാർലമെന്റോ അതുപോലെ തന്നെ നിയമസഭയോ പാസ്സാക്കുന്ന ഒരു പ്രത്യേക പ്രമേയം വഴി രൂപീകൃതമായിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് SBI അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ രജിസ്റ്റേർഡ് കമ്പനി. നമുക്കറിയാം 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെ നമ്മൾ എന്ത് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് കമ്പനി എന്നും സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നും രജിസ്റ്റേർഡ് കമ്പനി എന്നുമായിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തത് നോക്കാം. ആഭ്യന്തര കമ്പനിയും വിദേശ കമ്പനിയും. ആഭ്യന്തര കമ്പനി നമുക്ക് അറിയാം 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആഭ്യന്തര കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള കമ്പനികളെയാണ് വിദേശ കമ്പനികൾ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ ഒക്കെ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരമല്ല, 1956 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരമല്ല. പക്ഷെ വിദേശത്ത് പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, വിദേശ കമ്പനികൾ എന്ന് പറയാൻ പറ്റും. അതേപോലെ 1956 ഇന്ത്യൻ കമ്പനി ആക്ട്, അതുപോലെ 2013 ഒരു പുതിയൊരു കമ്പനി ആക്ടും കൂടെ വന്നിട്ടുണ്ട്. നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. 1956 കമ്പനി ആക്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് അമെൻമെന്റ് ചെയ്തിട്ട് 2013 പുതിയൊരു കമ്പനി ആക്ട് കൂടെ രൂപീകൃതമായിട്ടുണ്ട്. ആ 2013 പുതിയൊരു കമ്പനി ആക്ട് പ്രകാരം നമ്മൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പരിധികൾ 200 വരെ ആണ് നമ്മൾ അറിഞ്ഞത്. ആദ്യം 50 ആയിരുന്നു. പക്ഷേ 2013 കമ്പനി ആക്ട് പ്രകാരം പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം 200 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2013 കമ്പനി ആക്ടിലെ അമെൻമെന്റ് വന്ന്
നടപ്പിലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ആഭ്യന്തര കമ്പനിയും വിദേശ കമ്പനിയെന്നും 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മുടെ ആഭ്യന്തര കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ വിദേശ കമ്പനി എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു രാജ്യത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്തുന്ന കമ്പനീസിനെയാണ് നമ്മൾ വിദേശ കമ്പനികൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് പ്രൈവറ്റ് കമ്പനി, private limited company, public limited company, government company and multinational companies. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിൽ പെടുന്നത്. ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ, ആൻഡ് ലാസ്റ്റ് വൺ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ജോൺസൺ കമ്പനി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് types of companies, private limited company, public limited company, government company, and last one multinational company. അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഡിസ്കസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.